ഹലോ, അസ്സാം വലൈക്കും. ഞാൻ ഇന്ന് സ്ട്രീറ്റ് ഫുഡിൽ കണ്ടുവരുന്ന ഒരു മെയിൻ ഐറ്റമായ പാനിപൂരി റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് പൂന്തി തയ്യാറാക്കാം. അതിനായി കുറച്ച് കടലമാവ് എടുത്ത് അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്യുക. ശേഷം ഒരു പാൻ എടുത്ത് അടുപ്പിൽ വെച്ച് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് ഒരു അരിപ്പ എടുത്ത് അതിൻ്റെ പുറത്തേക്ക് നമ്മൾ ഈ മാവ് ഒഴിച്ചു കൊടുത്ത് പൂന്തി തയ്യാറാക്കി എടുക്കുക. അങ്ങനെ നമ്മുടെ പൂന്തി ഇവിടെ റെഡി ആയിരിക്കുന്നു. ഇനി നമുക്ക് ആദ്യത്തെ സോസിലേക്ക് പോവാം. അതിനായി ഒരു പാൻ എടുത്ത് ഈന്തപ്പഴം, ശർക്കര, വാളൻപുളി ഇത്രയും ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് തിളപ്പിക്കാൻ വെക്കാം. വെള്ളം തിളച്ച് വരുമ്പോഴത്തേക്കും അതിലേക്ക് മുളക് പൊടി, ചാറ്റ് മസാല, ജീരകത്തിൻ്റെ പൊടി ഇത്രയും ചേർത്ത് സോസ് തയ്യാറാക്കി മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് സെക്കൻഡ് സോസ് തയ്യാറാക്കാം. അതിനായി ഒരു മിക്സിയുടെ ജാർ എടുത്ത് അതിലേക്ക് മല്ലിയില, പുതിനയില, ഒരു പച്ചമുളക്, അല്പം ഉപ്പ്, പിന്നെ ഒരു നാരങ്ങ നീര് ഒഴിച്ച് നന്നായി അരച്ചെടുക്കുക. അങ്ങനെ നമ്മുടെ സെക്കൻഡ് സോസ് ഇവിടെ റെഡിയായിരിക്കുന്നു. നല്ല രീതിയിൽ കിഴങ്ങ് ഉടച്ചെടുത്ത് അതിലേക്ക് മുളക് പൊടി, ഒരു സവാള, അല്പം ഉപ്പ്, കറിവേപ്പില, മല്ലിയില, പിന്നെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന 2 സോസ് ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്യുക. ശേഷം ഒരു പാൻ വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് നമ്മുടെ പാനിപൂരിയുടെ പപ്പടം അതിലേക്കിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ഹോം മെയ്ഡ് പാനിപൂരി ഇവിടെ റെഡി ആയിരിക്കുവാണ്. ഇനി നമുക്കത് സെറ്റ് ചെയ്യാം. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഓക്കെ ബൈ. അസ്സലാമു അലൈക്കും.